ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ചിങ്ങം 1 അപ്പം എല്ലാവരും ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റും ഓണത്തിൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇന്ന് ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, വൈകിട്ടും അമ്പലത്തിൽ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു മിനി വ്ളോഗ് എടുക്കാമെന്ന്. അമ്പലത്തിൽ പോകുന്നത് ചിലപ്പം വീഡിയോ കാണില്ല, കാരണം അമ്പലത്തിൽ വീഡിയോസൊന്നും അലോഡല്ലല്ലോടാ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം അമ്മ ഡ്യൂട്ടിയൊക്കെ പോയിട്ട് കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ഭയങ്കര സൺലൈറ്റിൻ്റെ ഇടുക്കാണ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു ഫുട്ടേജിൽ മാത്രമേ ചിലപ്പോൾ ഭയങ്കര തിളക്കമായിട്ട് കാണത്തുള്ളൂ. വേറെ ഒരു ഫുട്ടേജിലും ഞാൻ തിളക്കമായിട്ട് കാണാൻ വഴിയില്ല മുത്തേ. അപ്പോൾ ഗൈസ്, നമുക്ക് അമ്മേനടുത്ത് കണ്ടിട്ട് വിശേഷമൊക്കെ ചോദിക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഞാൻ ഷൂട്ട് ചെയ്യുന്ന എൻ്റെ പുതിയ ട്രൈപ്പോഡിനകത്താണ് കേട്ടോ. ഇവിടെ നിഴൽ നോക്കി അറിയാം, കാരണം പുതിയ ട്രൈപ്പോഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. സോ ഗൈസ്, എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോകുന്നതിൻ്റെ ഔട്ട്ഫിറ്റ് രാവിലെ ഋഷിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി നമുക്ക് പറ്റിയില്ല. പിന്നെ ഫുൾ മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ദാറ്റ്സ് വൺ മിസ്റ്റേക്ക്, ഈസ് മൈക്കില്ല. സോ ഗൈസ്, അമ്പലത്തിലെ ഒച്ചപ്പാടൊക്കെ കേൾക്കും. സോ ഗൈസ്, നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യണം. അതിൻ്റെ മൈക്ക് ചെറുതായി ആകെ വെച്ചാൽ എൻ്റെ മൈക്ക് ഇങ്ങോട്ട് പണി മുടക്കിയിരിക്കുന്നു. അപ്പോൾ ഗൈസ്, അടുത്ത വ്ളോഗ് നമുക്ക് ചായ കുടിക്കാം. സോ ഗൈസ്, നമുക്ക് അമ്മയെ കുറച്ചൊരു ഹെൽപ്പ് ചെയ്യാം. ബിക്കോസ് ഞാൻ ഈ പയ്യെ വ്ളോഗ് എടുക്കുന്നത് കാരണം നമുക്ക് എന്താക്കുക, വാഷിംഗ് മെഷീനിൽ തുണി കയറ്റണം. ഞാൻ വിൽ ഷോ യു ഗൈസ്. കണ്ടോ ഗൈസ്, എൻ്റെ പുതിയ ട്രൈപ്പോഡ് കണ്ടേ നിങ്ങൾക്ക്? ഞാൻ ഫ്ലാഷ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തേക്കട്ടെ. സോ ഗൈസ്, ദിസ് ഇസ് യോ ഗൈസ്, ദിസ് ഇസ് മൈ ന്യൂ ട്രൈപ്പോഡ്. ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ട്. ബെസ്റ്റ്, നല്ല വിഷ്വൽ. ആദ്യം ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. അപ്പം അവിടെ നമുക്ക് എന്താക്കാൻ പറ്റും, കാണാൻ പറ്റും. സോ ഞാനിവിടെ വ്ളോഗ് കണ്ടുപിടിക്കുന്ന ആരുടെ വ്ളോഗാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ, കേൾപ്പിച്ച് തരാം. ഗൈസ്, നമ്മുടെ സ്വന്തം കൊച്ചിച്ചേട്ടൻ്റെ വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ കോപ്പിറൈറ്റ് അടിക്കാണെങ്കിൽ അധികം കാണിക്കുന്നില്ല. നമുക്ക് നേരെ മുറ്റത്തേക്ക് പോകാം. മുറ്റത്തേക്ക് പോയാൽ നല്ല വർണ്ണശബളമായ മുറ്റമാണ്. മുറ്റം ഗൈസ്, വെയിലൊക്കെ പോയിട്ടോ. ഞാൻ നേരത്തെ എടുത്ത ഫുട്ടേജസ് എല്ലാം ഇവിടെ നിന്നായിരുന്നു കേട്ടോ, കാരണം ഇവിടുന്ന് നല്ല സൺലൈറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. മീൻസ് അ ലോട്ട്. അവിടെ നമുക്കൊരു നല്ല എന്താ പറയുക, ഇത് കാണാൻ പറ്റും. ഇനി നമുക്ക് നേരെ മേളിക്ക് പോകാം. മേളിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ടെറസിൻ്റെ മേളിക്ക് പോകാം. തുണിയൊന്നും കിടക്കുന്ന നോക്കണ്ട, മഴയായിട്ട് എല്ലായിടത്തും ഇതൊക്കെ തന്നെ ഇരിക്കുമല്ലേ അവസ്ഥ. നിങ്ങൾ മേളിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. അരവ ഉണ്ട് ഗൈസ്, ഇതാണ് നമ്മുടെ മേളത്തെ കാഴ്ചകൾ. ഇതൊരു ശാന്തമായ ഡേ ഇൻ കഴിയുന്ന ലൈഫ്. ലുക്ക് അറ്റ് ഗൈസ്, എന്ത് ശാന്തമായ പ്രദേശമാണ്. ഞാൻ പറഞ്ഞു മൈക്കില്ല, സോ ബാക്കിയുള്ള അല്ലല്ല ചില്ലറ സൗണ്ടുകളൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് വിടുക. സോ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ മേളത്തെ വിശേഷങ്ങൾ എന്ന് പറയുമ്പോൾ. സോ ഗൈസ്, ഇനി എൻ്റെ മാമൻ്റെ പുരയുടെ മേളത്തെ ഭാഗങ്ങൾ കാണിച്ചത്. ഇതാണ് നമ്മളോട് നല്ല ഈസ്തെറ്റിക് കിട്ടോ. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കാണുമ്പോഴേ എനിക്കറിയാം ഭയങ്കര എസ്തെറ്റിക്കാണ്. ഇതൊരു മുട്ടപ്പഴത്തിൻ്റെ മരമാണ്. അടിയിലോട്ട് നോക്കി, എൻ്റെ തല ഇറങ്ങുകൊണ്ട് ഞാൻ അടിയിലോട്ട് നോക്കുന്നില്ല ഗായ്സ്. അപ്പോൾ ഗായ്സ്, ഇത്രയേ ഉള്ളൂ മേളത്തെ വിശേഷങ്ങൾ. ഇനി അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവിടെ പടി ഇറങ്ങി നമുക്ക് താഴെ കുറച്ച് പറഞ്ഞപ്പോഴേ ഞാൻ കിതയ്ക്കുന്നു ഗൈസ്. ഐ നോട്ട് വൈ കിതയ്ക്കൽ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ എന്താ പറയുക, ദിസ് ഇസ് അവർ പൂജാമുറി. അപ്പം നമ്മൾ മറ്റേ ഇതിൻ്റെ എന്താ പറയുക, നമ്മുടെ സ്വന്തം ടെറസിന് ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പൂജാമുറിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പൂജാമുറി. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഗൈസ്, നമ്മുടെ പൂജാമുറി. അപ്പോൾ പൂജാമുറിയൊക്കെ നിങ്ങൾ കണ്ടില്ലോ അല്ലേ ഗൈസ്? ഇവിടെ കുറേ പൂജാമുറിയുടെ ഈ സ്റ്റെപ്പിൻ്റെ അടുത്ത് നല്ല അടിപൊളി കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാണുന്നുണ്ട്. ഇതെനിക്ക് ഈ ഒരു വ്ളോഗിൽ നേച്ചറൊക്കെ ആവും. നേച്ചറിനെ ബന്ധപ്പെട്ടായിരിക്കും. ഒന്നുകൂടെ പറയാം, ഇഗ്നോർ ചെയ്യുക. ഇഗ്നോർ ചെയ്യുക? സൗണ്ട് ഇഗ്നോർ. ഇവിടെ ഒരു അടിപൊളി പൂമ്പാറ്റോ ഗൈസ്, നമുക്ക് കിട്ടിയ വിഷ്വൽ. യു ലൈക്ക് ദിസ്? ഓ മൈ ഗോഡ്, പ്രീതി. ഞാനിങ്ങനെയാണ് കേട്ടോ ഗൈസ്. എന്നെ കുറച്ച് അടുത്ത് എൻ്റെ വ്ളോഗ്സ് കാണുന്നവർക്കറിയാം, ഞാനൊരു വടല ഒരിതാണെന്ന്. ഗൈസ്, നിങ്ങൾക്ക് എന്നെ കാണുന്നില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ട്രൈപ്പോഡൊക്കെ വെച്ചിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നത്. ഞാൻ അങ്ങോട്ട് നോക്കണ കാര്യം എന്ത്, അവിടെ എൻ്റെ മാമൻ്റെ പേര്. സോ ഗൈസ്, നമുക്ക് മൈ ഗോഡ്, കണ്ടോ യെസ്, ഞാൻ ഫോണിൽ നോക്കിക്കൊണ്ട് വന്നാൽ നമുക്ക് ചായ കുടിക്കാം. ഗൈസ്, അമ്മാമ്മ ചായയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അന്ന് ചിങ്ങ ഒന്നാണ്, എല്ലാവരും അമ്പലത്തേക്ക് പോയോ? രാവിലെ അമ്പലത്തിൽ പോയിക്കേണ്ട തെളിവാണ് ഗൈസ് ഇത്. ഗൈസ്, അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് വരാം. ഈ വൈകിട്ട് ഈ ചായ കുടിക്കുള്ള വൈബ് ഉണ്ടല്ലോ, അത് വല്ലാത്ത വൈബാണ്. നമ്മളെ പ്രകൃതിയൊക്കെ കണ്ടിട്ട് വല്ലപ്പോഴാണ് പ്രകൃതിയെ കണ്ടിട്ട് ചായ കുടിക്കാൻ. അരവ നമുക്ക്
നമുക്കൊരു പ്രകൃതിയുടെ ഫുട്ടേജ് കണ്ടാലോ? കം. പിന്നെ ഗൈസ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വലിച്ച് കീറി സംസാരിക്കുന്ന ഐ ഹാവ് ഡോൺ മൈക്ക് അതുകൊണ്ടാണ് ഗൈസ്. പിന്നെ ഈ വ്ളോഗ് ചിലപ്പോൾ ഈ വ്ളോഗ് ഇന്ന് തന്നെ വരണമെന്നൊന്നുമില്ല. കാരണം ഞാൻ ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ കുറേ നോട്ടുണ്ട്, പാടെ കുറേ നോട്ടൊക്കെ എഴുതാനായിട്ട്. എൻ്റെ ക്യാമറ പിടിക്കാനുള്ള വശമൊന്നുമില്ല കേട്ടോ, കാരണം അതുകൊണ്ട് ഞാൻ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ചിലപ്പം നാളെ ആവും. പിന്നെ കേസ് നിങ്ങളോട് കാര്യം പറയാൻ പറഞ്ഞത് എൻ്റെ സ്കൂൾ തവണ പരിപാടി 20-ാം തീയതിയാണ്. അപ്പോൾ അന്നത്തെ ഒരു വ്ളോഗ് കാണട്ടെ, ചിലവ് വന്ന വ്ളോഗ് കാണട്ടെ. എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ പാതിരാക്കല്ല രാവിലെ എനിക്ക് വ്ളോഗ് ഇടും. അതിന് വാശിയാണ് വാശി ഗൈസ്. അങ്ങനെ നമുക്ക് വ്ളോഗ് ഇടാം ഗൈസ്. ഞാൻ എന്തായാലും അമ്പലത്തിൽ പോയിട്ട് ഫുട്ടേജ് എടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ വെച്ച് എടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ എടുക്കാറില്ല. നമുക്ക് വീട്ടിൽ വന്നിട്ട് കാണാം. അത്രയുള്ളൂ, ബൈ. കുളിച്ചൊക്കെ വന്നിട്ട് നമ്മളവിടെ പോവാ, അമ്പലത്തിൽ പോകുന്നു ഗൈസ്. അമ്പലത്തിൽ പോവാണ്. ഞാൻ രാവിലെ പോയിട്ടുണ്ട്, കാരണം ഇന്ന് ചിങ്ങം ഒന്നായതുകൊണ്ട് നമ്മൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് വണ്ടിയുടെയും പിന്നെ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും ഞാൻ സംസാരിക്കത്തില്ല. കാരണം എന്തുവാ, ഞാൻ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടല്ല, അമ്പലമാണ്. എന്തുവാ ഗൈസ്, അമ്പലത്തിൽ ഞാൻ പറ്റുവാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോയും കൂടെ ഷൂട്ട് ചെയ്യുള്ളൂ. എന്തായാലും ഞാൻ ഷൂട്ട് ചെയ്യും കുറച്ച് കാര്യങ്ങൾ, അകത്തുള്ളതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ അമ്പലം കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അങ്ങോട്ട് വണ്ടിയിൽ പോകുന്ന വിഷ്വൽസ് ഒന്നും കാണിക്കും, പക്ഷേ എന്താ പറയുക, നമുക്ക് വോയിസ് നമുക്ക് കിട്ടത്തില്ല. സോ ഗൈസ്, നമുക്ക് അങ്ങോട്ട് എത്തിയിട്ട് കാണാം. ബൈ. அவள் கண்ணங்கள் கண்ணிமைகள் சிரிப்பும் கலந்து தந்த போது என்ன ഓരായിരം മിന്നൽകൾ എന്നിൽ. ഹേ ഗായ്സ്, അപ്പോൾ ഇന്നലത്തെ നമ്മൾ അമ്പലത്തിൽ വ്ളോഗ് എൻ്റെ ബാക്കിയാണ് ഗൈസ് ഇത്. ബിക്കോസ് ഇന്നലെ എനിക്ക് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കാരണം അമ്പലത്തിൽ നിന്ന് വന്നപ്പോൾ ഏകദേശം 6:30-7 മണി കഴിഞ്ഞിട്ട് നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് പിന്നെ വീണ്ടും ഒരു അമ്പലത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ റേഷൻ വാങ്ങിക്കാൻ റേഷൻ കടയിലും കയറി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ഒബ്വിയസ് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്നത്തെ ദിവസം സ്കൂളിലേക്ക് പോകാത്തതുകൊണ്ട് ഞാൻ അന്നത്തെ നോട്ടും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫുള്ളി ഞാൻ ടയേർഡായിരുന്നു. പിന്നെ കിടന്നപ്പോഴത്തേക്ക് ഏകദേശം 11 മണി. ബിഗ് ബോസ് അഗ്നി പരീക്ഷ ഇറങ്ങുന്നുണ്ട്, ഉറക്കമൊന്നും കാണത്തില്ലല്ലോ. സോ ഗൈസ്, 20-ാം തീയതി, അതായത് മറ്റന്നാൾ തേഴ്സ്ഡേ ഞങ്ങളുടെ സ്കൂളിലെ ഓണപ്പരിപാടിയാണ്. അപ്പോൾ ഗൈസ്, നാളെ ഒരു കിടിലം വ്ളോഗ് പറ്റുവാണെങ്കിൽ വരും കേട്ടോ. വരുമായിരിക്കും, മാക്സിമം വരുമായിരിക്കും. എൻ്റെ കൂട്ടുകാരി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അക്കു എൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട്. കാരണം എന്തായാലും മറ്റന്നാൾ നമുക്ക് ഓണപ്പരിപാടിയുണ്ട്. നാളെ ഞങ്ങൾക്കൊരു സ്കിൻ കെയറും മെഹന്തിയൊക്കെ ഇടുന്നുണ്ട്. അവൾ ഇങ്ങോട്ട് വരും. ബിക്കോസ് അങ്ങനെ കുറച്ച് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ ഗൈസ്, അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ് ചെയ്ത് കാണാം. ഇത്രയും കുറേ പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണാൻ. എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇപ്പം എന്തായാലും 6 മണിയൊക്കെ പറയാം. അപ്പോൾ ഇരുട്ട് ഇപ്പോൾ വേണേ ഇരുട്ട് ആവുന്നത് കൊണ്ട് ഞാൻ എവിടെ നിന്നാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. കണ്ട ഗൈസ്, നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വന്നിട്ടാണ് ഞാനിവിടെ മറിഞ്ഞെടുത്ത് താഴെ കിടക്കാത്ത എൻ്റെ ഭാഗ്യം ഗൈസ്. ഞാൻ ഇവിടെ വന്നിട്ടാണ് വ്ളോഗും കാര്യങ്ങളൊക്കെ മെയിൻലി എടുക്കൽ. ഇത് ഈ ഒരു സമയത്ത് കേട്ടോ, അത് നല്ല സൺസെറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നൊരു ഇതാണ്. ഇത് തന്നെ. അപ്പോൾ ഗൈസ്, ആ ഒരു ടൈമിലൊക്കെ നമുക്ക് സൺസെറ്റും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടുക. അതേപോലെ തന്നെ നിങ്ങളോട് മെയിനായിട്ട് ഞാനൊരു കാര്യം പറയാം.
എൻ്റെ മൈക്ക് അടിച്ചു പോയിട്ടുണ്ടെന്ന് ഞാൻ പിന്നെ ഫസ്റ്റത്തെ ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം സൗണ്ട് വരും, അപ്പോൾ നിങ്ങൾ ഇഗ്നോർ ചെയ്ത് വിടാം. അപ്പോൾ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഈ വിഷ്വൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒത്തിരിയുള്ള അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് വരുന്നത് സ്റ്റേർട്ടർ വൈസ്. അപ്പോൾ അതേപോലെ തന്നെ നാളെ ചിലപ്പോൾ ഒരു അടിപൊളി വ്ളോഗ് വരുന്നതായിരിക്കും. ചിലപ്പോൾ ഇത് ഞാൻ നാളെ എടുത്തുള്ളൂ. നാളത്തെ വ്ളോഗ് മറ്റന്നാൾ ഇടുമായിരിക്കും. മറ്റന്നാൾ എന്തായാലും ഇടാൻ സമയം കാണത്തില്ല. ഞാൻ ചിലപ്പം അതായത് ഈ ആഴ്ച ചിലപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാൻ ചിലപ്പോൾ ഇന്ന് എഡിറ്റ് ചെയ്യുമായിരിക്കും. ഏറ്റവും കുറച്ച് ഫാസ്റ്റാണ് എങ്ങനെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നാളെ ഇടും. അതായത് നാളത്തെ വ്ളോഗും മറ്റന്നാൾ ഓണപ്പരിപാടിയുടെ വ്ളോഗ് എന്തായാലും ഈ ആഴ്ച